എന്തായടാ അവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാ? എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇരുട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഞങ്ങള്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിളക്ക് വെച്ച ഉടൻ തന്നെ രാജ്കോട്ട് സിൽക്സിന്റെ കഥ കഴിഞ്ഞെന്ന് പറഞ്ഞേക്ക്. പരമേശ്വര. ഓം നമ ശിവായ. അല്ല, എന്താ ഇത്? ഇതിന്ന് വെള്ളം കുറഞ്ഞു പോകുന്നുണ്ടല്ലോ. അത് മോനെ ഓം നമ ശിവായ. സ്വിച്ച് ഓൺ ചെയ്ത ഉടൻ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം. രാജ്കോട്ടി സിൽക്സ് കത്തിച്ചാമ്പലാകണം. പരമേശ്വര, ഈ മേടം തുടങ്ങി വെച്ച പൂജ തടസ്സപ്പെടുന്നത് പോലെ ഉണ്ടല്ലോ. ഇതിനൊരു പരിഹാരം അങ്ങ് തന്നെ കാണിക്കണേ. ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ അങ്ങ്. എന്റെ ഭഗവാനെ, വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇപ്പം ഞാൻ ചെയ്യാ? പൂജ ചെയ്യുന്ന തിരുമേനിക്ക് എന്തോ വിഷമമുള്ളതുപോലെ.
തിരുമേ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും. അത് നിനക്കെന്താ? ഈ പൂജയെ പറ്റി എനിക്ക് അറിയാം ചേച്ചി. ഈ പൂജയില് 108 കുടം വെള്ളം ഒഴിച്ച് അഭിഷേകം ചെയ്യണം. എനിക്ക് തോന്നുന്നത് ആ കുടത്തിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും തിരുമേനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്. ഞാൻ എന്താ നോക്കിയിട്ട് വരാം. ശരണ്യേ, ഓം നമ ശിവായ. ഓം നമ ശിവായ. ശരണ്യേ, അവിടെ ആരൊരാളെ പൂജ ചെയ്യുന്നതിന് നീ എന്തിനാ വെള്ളം കൊണ്ടുപോകുന്നത്? അങ്ങനെയല്ല ചേച്ചി, അവരാർക്കാ പൂജ ചെയ്യുന്നത്? ഭഗവാൻ പരമശിവനല്ലേ. ആ പൂജയ്ക്ക് സഹായിച്ചാൽ പരമശിവനെ സേവിച്ച പോലെയാണ് ഫലം. രണ്ടു കുടമല്ലേ ഉള്ളൂ ചേച്ചി, അത് പെട്ടെന്ന് എടുത്തിട്ട് വരാം. ചേച്ചി ഇവിടെ നിൽക്ക്. सुधीपरं भवकरं भवाकरं त्रियक्षरम् अक्षरं भजे ഓം നമ ശിവായ. अधितरत्तमोदितं मृत्योरमृतत्वकरं चरमरं अकारं कारम् സാറേ, ഇവിടെ ഇരുട്ടായിരിക്കുക. ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെക്യൂരിറ്റി അകത്തേക്ക് പോയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത ഉടൻ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കണം. രാജ്കോട്ട് സിൽക്സ് കത്തിച്ചാമ്പലാകണം. നടക്കും സാറേ. റെഡിയാണോ? ആ റെഡിയാണ് സാറേ. 1 2 3. ഓക്കെ സാർ. ഗുഡ്.
മൊത്തം പൊളിഞ്ഞെന്ന് തോന്നുന്നേ. ലൈറ്റ് കത്തില്ല എന്നാ വിചാരിച്ചേ, പക്ഷെ ഇവിടെ എല്ലാ ലൈറ്റും കത്തുന്നുണ്ട്. എന്താടാ പറയുന്നത്? സത്യമാണ് സാറേ. ചേടാ അത് വാടാ. മേഡം, അഭിഷേകം കഴിഞ്ഞിരിക്കണോ? ഈ അഭിഷേകം ഇടയ്ക്ക് വെച്ച് നിന്ന് പോകേണ്ടതായിരുന്നു. എന്തൊക്കെയാ തിരുമേനി പറയുന്നത്? മേഡം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുടത്തിനൊരു ഓട്ട വീണ് അതിലൂടെ വെള്ളം പോവായിരുന്നു. എന്തൊക്കെയാ തിരുമേനി പറയുന്നത്? അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 108 കുടം വെള്ളം എണ്ണി തന്നെയാണല്ലോ ഞാൻ കൊണ്ടുവന്നേ. അതെല്ലാം വളരെ കൃത്യമായിരുന്നു മോനെ. എന്നാ ആ കുടത്തിനകത്തൊരു ഓട്ട ഉണ്ടായിരുന്നത് കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുകി പോവായിരുന്നേ. എന്നാൽ ആ സമയത്ത് സാക്ഷാൽ ബ്രഹ്മരാമികാദേവിയെ പോലെ ഒരു പെൺകുട്ടി ഇവിടേക്ക് വന്ന് കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങളുടെ പൂജ നല്ല രീതിയിൽ അവസാനിക്കാൻ സഹായം ചെയ്തു. എന്ത് പെൺകുട്ടിയോ? ഏത് പെൺകുട്ടിയാ അത്? അതാരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഐശ്വര്യമുള്ള കുട്ടിയായിരുന്നു. അവള് ശരിക്കും അണിഞ്ഞൊരുങ്ങി ഒന്ന് വന്ന സാക്ഷാൽ നമ്മുടെ ആ ഭഗവതിയെ പോലെ തന്നെയുണ്ട്. ആ പെൺകുട്ടി ആരാണെന്നറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അവൾ വലിയ സഹായമായി ചെയ്തിരിക്കുന്നില്ലേ? അമ്മയുടെ പ്ലാൻ എന്തായാലും വർക്കൗട്ടായി. മാഡം, എന്ത് മായാജാല കാണിച്ചേ? ലൈറ്റിന് പകരം വിളക്ക്. ജനങ്ങളെ നോക്കിയേ, കൂട്ടമായാ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു പറ്റി ആനന്ദ? നമ്മുടെ പഴയ ശത്രുക്കൾ നമ്മൾ നാട്ടിലില്ലാത്ത സമയം നോക്കി നമ്മുടെ ഷോപ്പിനെ പൂർണ്ണമായി നശിപ്പിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പഴയ ശത്രു എന്ന് വെച്ചാരാ? അയ്യോ, എന്താടാ ഇതൊക്കെ? ആനന്ദ ഭൈരവിയുടെ ഷോപ്പില് ലൈറ്റ് ഓൺ ചെയ്ത ഉടൻ തന്നെ നമ്മൾ കൊടുത്ത ഷോർട്ട് സർക്യൂട്ടില് മൊത്തം എരിഞ്ഞ് ചാമ്പലാകേണ്ടതാ. ആനന്ദ ഭൈരവിയുടെ ആനന്ദം തനിയെ നിലച്ചു പോകുമെന്ന് വിചാരിച്ചതാ. തിരിച്ച് നമുക്കാണല്ലോ ഷോക്കേറ്റത്. ആനന്ദ ഭൈരവി ആ ഷോപ്പിലുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയ അത് കണ്ടുപിടിക്കുമെന്ന് കരുതിയിട്ടാ ഇല്ലാത്ത സമയത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കിയ. അതും ഇപ്പൊ കൊളായിപ്പോയി. അതിരിക്കട്ടെ, എങ്ങനെയപ്പോ ഇവര് കണ്ടുപിടിച്ചേ? ഐ ആം സോറി സാർ. ഞാൻ പഠിച്ച പുരാണം പ്രകാരം ഇന്ദ്രന് 1000 കണ്ണുകളെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ആനന്ദ ഭൈരവിക്ക് അതിനേക്കാൾ 4 കണ്ണും കൂടി കൂടുതലാണെന്നാ തോന്നുന്നത്. ഈ നേരത്തെ ആരാ ഫോൺ ചെയ്യുന്നത്? ചിലപ്പോ സാർ ഇവിടുന്ന് അയച്ച ആളുകളായിരിക്കും. പ്ലാൻ ഒന്നും നടക്കാത്തോണ്ടേ പേയ്മെന്റ് ഒന്നും തരില്ല എന്നങ്ങ് പറഞ്ഞേക്കുന്നേ. ഇനി എന്തിനാ വെറുതെ കാശ് കൊടുക്കണേ? ഫോൺ ചെയ്യുന്നത് നമ്മൾ കൂലിക്ക് വെച്ച ആൾക്കാരൊന്നും അല്ല. നമ്മൾ ആര് തോൽക്കണമെന്ന് വിചാരിച്ചോ ആ ആള് തന്നെ. സാറേ, ഈ പരിപാടിയൊക്കെ ചെയ്തത് നമ്മളാണെന്ന് അവർക്ക് മനസ്സിലായി കാണൂ. ഫോൺ എടുക്കണ്ട സാറേ. ഫോൺ എങ്ങാനും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓരോ വർത്താനം കേട്ടിട്ടേ ചെവിയിൽ നിന്ന് ചോര വരും സാറേ. എടുക്കണ്ട. ഹലോ, എന്താണ് മിസ്റ്റർ നീലകണ്ഠൻ? നീ ഉണ്ടാക്കിയെടുത്ത പ്ലാൻ ഫെയിലായപ്പോ ടെൻഷൻ ആവുന്നുണ്ടോ നിനക്ക്? ടെൻഷൻ അടിക്കാതെ ഇവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കാൻ പറ്റും. നീ എന്താ പറയുന്നത് ആനന്ദ? ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തു? വൈകുന്നേരം ഷോപ്പിൽ ലൈറ്റ് ഇടുമ്പോ ഷോർട്ട് സർക്യൂട്ടായി എന്റെ ഷോപ്പ് മൊത്തം കത്തി ചാമ്പലാകണമെന്ന് നീ പ്ലാൻ ചെയ്തിരുന്നില്ലേ?
എന്താനന്ദി, അനാവശ്യമായിട്ട് എൻ്റെ മേലേക്ക് പഴിചാരുകയാണോ? നിങ്ങളുടെ കട കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തെന്നോ? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടോ എന്നാണ് നീ എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഈ നാറിയ പണി നീ തന്നെയാണ് കാണിച്ചതെന്ന് എനിക്ക് ഉറപ്പായി. എൻ്റെ അടുത്ത് തെളിവുകളൊക്കെ ഉണ്ട്. ആ തെളിവുകളൊക്കെ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് അയച്ചു തരട്ടെ, അതോ പോലീസുകാർക്ക് അയച്ചു കൊടുക്കണോ? രാജ്കോട്ടി സിൽക്സ് എന്നേക്കുമായി നശിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെങ്കിൽ വർഷങ്ങളായി ഓരോ പടവും കെട്ടിപ്പൊക്കി ഇന്ന് കാണുന്ന നിലയിലേക്ക് രാജ്കോട്ടി സിൽക്സിനെ ഉയർത്തിക്കൊണ്ടുവന്നവൾ, അതിനെ ഒരു പോറല് പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ എത്ര മുൻകരുതലെടുത്തിട്ടുണ്ടാവുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. 3-4 ദിവസങ്ങളായിട്ട് നിന്റെ ആളുകൾ എന്റെ കടയിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കസ്റ്റമറെ പോലെ അഭിനയിച്ച് എന്റെ കടയ്ക്കുള്ളിൽ കയറി ഓരോ പ്ലാനുകൾ തയ്യാറാക്കുന്നത് ഞാൻ അറിയില്ലെന്ന് കരുതിയോ? നീലകണ്ഠൻ സാറേ, ഞങ്ങളിപ്പോൾ കടയിൽ തന്നെ ഉള്ളേ. ഈ കടയിലേക്ക് മുഴുവനായിട്ടും പവർ സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻവെർട്ടർ എവിടെയുള്ളതെന്ന് കാണാൻ പറ്റുന്നില്ല. ഇലക്ട്രിക് യൂണിറ്റിന്റെ അടുത്തേക്ക് പോയിട്ട് നിന്റെ ആളുകൾ ചെയ്ത പണിയൊക്കെ CCTV ഫൂട്ടേജിനകത്തുണ്ട്. മിസ്റ്റർ നീലകണ്ഠൻ, നിന്റെ ആളുകൾ അവിടെ നിന്നും നിന്നോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ റെക്കോർഡിംഗ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ എന്തു പറയുന്നു? നീ എന്ന് അങ്ങോട്ടേക്ക് അയച്ച നിന്റെ ആളുകളെ പിടിച്ചുകെട്ടി നിന്നെയും നടുറോട്ടിലേക്ക് വലിച്ചിട്ട് നിന്നെ അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നു. പാവം, ഒരുപാട് പൈസ കൊടുത്ത ആളുകളെ പണിക്ക് നിർത്തിയതല്ലേ? നീ ചെലവാക്കിയ ആ പൈസയ്ക്ക് കുറച്ചെങ്കിലും നിനക്കൊരു സന്തോഷം വേണമല്ലോ. അതാ വെറുതെ ഇരുന്നത്. നിനക്ക് എന്തിന്റെ കേടാണ് നീലകണ്ഠ? എൻ്റെ കൺമുന്നിലൂടെ ബിസിനസ്സിൽ വളർന്നു വന്നവളാണ് നീ. നിന്റെ രാജ്കോട്ടി സിൽക്സ് കാരണം എൻ്റെ ബിസിനസ് ആകെ തകർന്നു പോയിരിക്കുക. അതാ എൻ്റെ പ്രോബ്ലം. കച്ചവടത്തിൽ ശരിക്കും മത്സരബുദ്ധി വേണം. എന്നാൽ ഇതുപോലത്തെ നാറിയ പണികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാജ്കോട്ടി സിൽക്സ് നിനക്കെതിരായിരിക്കുന്നത് കൊണ്ട് അതിനെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നാളെ ഞങ്ങളല്ലെങ്കിൽ മറ്റൊരു ഷോപ്പ് വരും. എത്ര ഷോപ്പിനെ നീ നശിപ്പിച്ച് കളയും മിസ്റ്റർ നീലകണ്ഠൻ? നീ എന്നെ എത്ര ശത്രുവായി കണ്ടാലും ഞാൻ എപ്പോഴും നിന്നെപ്പോലുള്ളവരെ എന്നെപ്പോലൊരു കച്ചവടക്കാരായിട്ടാ കാണുന്നത്. കച്ചവടത്തിൽ മറ്റുള്ളവരെ തകർത്ത് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്റെ അറിവില്ലായ്മയാണ്. ആനന്ദ ഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിൽ വിജയിച്ചതെന്ന് നീ കരുതിയാൽ അത് നിന്റെ വിവരക്കേടാ. ജാതകത്തെ കയ്യിലെടുത്ത് 10 ജ്യോത്സ്യരെ കാണാൻ പോകുന്നവൻ വെറും ശുദ്ധനാ. ഭാഗ്യം സംഭവിക്കുമെന്ന് കരുതി അതിനുവേണ്ടി കാത്തിരിക്കുന്നവൻ വെറും വിഡ്ഢിയാ. കൂടെയുള്ളവൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഏറ്റവും വലിയ ദുഷ്ടനാ. നീ ഏത് കാറ്റഗറിയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ആനന്ദ, ഇപ്പൊ എന്തോ മിസ്സായെന്ന് വിചാരിച്ച് കൂടുതൽ ആനന്ദിക്കാതെ ഞാനൊന്ന് വിചാരിച്ചാൽ രാജ്കോട്ടി സിൽക്സിന്റെ എൻട്രൻസിലുള്ള ഗേറ്റിലെ അതിന്റെ താഴ് പോലും നിന്നെ കൊണ്ട് തകർക്കാനാവില്ല.